നമസ്കാരം. ആയുർവേദ ചികിത്സാ വിധികളായ പഞ്ചകർമ്മ ചികിത്സയും അഭ്യംഗവും എന്ന വിഷയത്തിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് കോഴിക്കോട് കരിക്കാംകുളം ശ്രീ സുബ്രഹ്മണ്യ ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ സനന്ദ് രത്നം. വെൽക്കം സർ. നമസ്കാരം. പഞ്ചകർമ്മ ചികിത്സയും അഭ്യംഗവും ഈ രണ്ട് വിഷയത്തെ അല്ലെങ്കിൽ ഈ രണ്ട് ചികിത്സാ രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ചികിത്സാ സമ്പ്രദായങ്ങളാണ് ഇവ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ രണ്ട് ചികിത്സാ രീതികൾ? നമുക്ക് ആദ്യം പഞ്ചകർമ്മ ചികിത്സയിൽ നിന്ന് തന്നെ തുടങ്ങാം. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് 5 ശുദ്ധീകരണ ചികിത്സയാണ്. ശോധന ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ അതിനെ പറയുന്നത്. ഇതിൽ വമനം, വിരേചനം, വസ്തി 2 തരം വസ്തിയുണ്ട്. അനുവാസന വസ്തി, ആസ്ഥാപന വസ്തി, നസ്യം. ഇത് ചരകൻ്റെ അഭിപ്രായത്തിലുള്ളതാണ്. സുശ്രുത സംഹിതയിൽ ഇത് രക്തമോക്ഷം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. ഇത് ഊർധ്വഭാഗത്തിൽ കൂടെ ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്നതിന് വമനം എന്നും, അധോഭാഗത്ത് കൂടെ പുറത്തേക്ക് കളയുന്ന വയറിളക്കി കളയുന്ന ചികിത്സയ്ക്ക് വിരേചനം എന്നും, പിന്നെ തൈലവസ്തിയും കഷായവസ്തിയും, ഇതൊക്കെ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. ശിരസിലൂടെ പുറത്തേക്ക്, അതായത് മൂക്കിൽ മരുന്ന് ഇട്ടിച്ചിട്ട് ഊർധ്വഭാഗത്ത് ശിരസിലുണ്ടാകുന്ന ദോഷങ്ങളെ പുറത്തേക്ക് കളയുന്നതിന് നസ്യം എന്നാണ് പറയുന്നത്. രക്തമോക്ഷം എന്ന ഒരു ചികിത്സ സുശ്രുതൻ്റെ നിർദ്ദേശപ്രകാരം സുശ്രുത സംഹിതയിലുള്ള രക്തമോക്ഷം വെരിക്കോസ് വെയിൻ, സ്കിൻ ഡിസീസസ്, ഇത്തരത്തിലുള്ള രോഗങ്ങളിലാണ് അത് നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറ്. അഭ്യംഗം അല്ലെങ്കിൽ ഉഴിച്ചിൽ എന്ന് പറയുന്ന ഒരു ചികിത്സ, അപ്പോൾ പൊതുസമൂഹത്തിന് എപ്പോഴും ആയുർവേദം എന്ന് പറയുമ്പോൾ ഒരു ധാരണ ഉഴിച്ചിൽ അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്താണ് അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സ? അഭ്യംഗം എന്ന് പറയുന്നത് ശരിക്കും വാചസ്പത്യത്തിൽ പറയുന്ന അങ്കേന അഭിതഃ തൈലസ്യ മർദ്ദനം എന്നാണ്. തൈലം കൊണ്ട് ശക്തിയിൽ ഒഴിയുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആയുർവേദ ആശുപത്രികളിൽ രണ്ട് ഭാഗത്തായിട്ട് 2 തെറാപ്പിസ്റ്റ് നിന്ന് നിശ്ചിത സമയം 2 ഭാഗത്തും ശക്തിയോടെ ഒഴിയുന്നതിനെയാണ് അഭ്യംഗം എന്ന് പറയുന്നത്. ഇതല്ലാതെ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തൈലം തേച്ച് ശരീരമാസകലം ചെയ്യുന്ന തൈലം കൊണ്ടുള്ള ഒഴിയുന്നതിനെയും പുരട്ടി കുളിക്കുന്നതിനെയും അഭ്യംഗം എന്ന് തന്നെയാണ് പറയുന്നത്. ഈ പഞ്ചകർമ്മ ചികിത്സയിലേക്ക് തന്നെ വരുമ്പോൾ ഈ 5 ചികിത്സാ രീതികളെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് പറയാമോ? നമ്മളിപ്പോൾ വമനം എന്ന് പറയുന്ന ചികിത്സ ഞാൻ മെൻഷൻ ചെയ്തല്ലോ. ഊർധ്വഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ടോക്സിൻസിനെ പുറത്തേക്ക് കളയുന്നതിനാണ് നമ്മൾ വമനം സാധാരണ റെക്കമെൻഡ് ചെയ്യാറ്. അതിൽ നമ്മൾ ഈ കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഈ സ്കിൻ ഡിസീസ്, ഇത്തരത്തിലുള്ള രോഗങ്ങളിലാണ് നമ്മൾ വമനം എന്ന ചികിത്സ റെക്കമെൻഡ് ചെയ്യാറ്. വിരേചനം ചെയ്യുന്നത് സാധാരണ നമ്മൾ പിത്തസംബന്ധമായിട്ടുള്ള രോഗങ്ങളും, അതും പൈത്തികമായിട്ടുള്ള ചർമ്മരോഗങ്ങളിലൊക്കെ വളരെ ഫലപ്രദമാണ്. വസ്തി നമ്മൾ ചെയ്യുന്നത് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലാണ് ഏറ്റവും ഫലപ്രദമായിട്ട്. നെഹി വസ്തി സമങ്കിഞ്ച് സർവ്വരോഗ ചികിത്സ, വസ്തിയിലും വലിയൊരു ചികിത്സ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വാദരോഗങ്ങൾക്കും ഏറ്റവും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് വസ്തി. 2 തരത്തിൽ ആണ് പ്രധാനമായിട്ടും പഞ്ചകർമ്മയിൽ പറയുന്നത്. ഒന്ന് തൈലവസ്തിയും, ഒന്ന് കഷായവസ്തിയും. ഇതല്ലാതെ നിരവധി വസ്തികൾ, പല അസുഖത്തിനും വ്യത്യസ്തമായിട്ടുള്ള വസ്തികളും ഈ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പിന്നെ നസ്യം, സൈനസൈറ്റിസ്, നമ്മളെ പക്ഷവാതം, ഈ പാർക്കിൻസൺസ് പോലത്തെ അസുഖങ്ങളിലൊക്കെയാണ് ശരിക്കും ഈ നസ്യം വളരെ ഫലപ്രദമാണ്. തലവേദന, മാറാത്ത മൈഗ്രെയിൻ, അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഈ നസ്യം വളരെ ഫലപ്രദമാണ്. രക്തമോക്ഷം സ്കിൻ ഡിസീസ്, ഈ ചർമ്മരോഗങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ചികിത്സാക്രമമാണ്. അത് വെരിക്കോസ് വെയിനിലും അങ്ങനത്തെ അസുഖങ്ങളിലൊക്കെയാണ് സാധാരണ നമ്മൾ മാറാത്ത ചില വേദനകൾ, അങ്ങനത്തെ അസുഖങ്ങളിലൊക്കെ ദോഷാവസ്ഥ നോക്കിയിട്ടാണ് നമ്മളതിന് നിർദ്ദേശിക്കാറ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതികളിൽ ഒന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ കാലത്തെ ഈ ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന ആ ലേബലിൽ വരുന്ന പഞ്ചകർമ്മയുടെ ഒരു പുതിയ രൂപത്തിനോട് സാർ എങ്ങനെയാണ്, അങ്ങനെ ആർക്കും എന്താണ് അതിനോടുള്ളൊരു അഭിപ്രായം? അങ്ങനെ ആർക്കും ചെയ്യാവുന്ന ഒരു ചികിത്സയാണോ പഞ്ചകർമ്മ ചികിത്സ? ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണിത് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. ഒരു ലെങ്തി പ്രൊസീജിയറാണ്. ഏകദേശം 1 മാസത്തോളം എടുക്കും. നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ വമനം, വിരേചനം, വസ്തിയൊക്കെ ഈ പൂർവ്വകർമ്മം, പശ്ചാത്കർമ്മമൊക്കെ ചെയ്തിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു ഡിറ്റോക്സ് പാക്കേജിൽ നമുക്കത് ക്ലാസിക്കൽ പഞ്ചകർമ്മം ഒരിക്കലും ചെയ്തു തീർക്കാൻ പറ്റില്ല. അതിന് നമ്മൾക്ക് ശാസ്ത്രത്തിൽ തന്നെ സദ്യോവമനം, സദ്യോവിരേചനം എന്നൊക്കെ പറയുന്ന ലളിതമായിട്ടുള്ള വയറിളക്കലും ഛർദ്ദിക്കലൊക്കെ ഛർദ്ദിപ്പിക്കാനുള്ള മരുന്ന് കൊടുത്ത് ഛർദ്ദിപ്പിക്കുന്ന രീതികൾ
പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാക്ക് പെയിൻ ആയിട്ട് വരുന്ന പേഷ്യൻറ്റിന് നമ്മൾ ആവണക്കണ്ണ് കൊടുത്തിട്ട് വയറിളക്കുന്നുണ്ട്. അതേപോലെ തന്നെ സദ്യോവമനം ചെയ്യേണ്ട അവസ്ഥകൾ, പെട്ടെന്നൊരു സ്കിൻ റാഷസ് ഒക്കെ വരുന്ന കണ്ടീഷൻസിൽ അങ്ങനത്തേലൊക്കെ നമ്മൾ സദ്യോവമനം നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അത് ലളിതമായിട്ടുള്ള രീതിയിലുള്ളൊരു പഞ്ചകർമ്മയാണ്. അത് ക്ലാസിക്കൽ പഞ്ചകർമ്മ എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ വേറെയാണ്. ഇപ്പം ലോങ് ടേം ആയിട്ടുള്ള വളരെ കാലം പഴക്കമുള്ള അസുഖങ്ങൾ, അങ്ങനത്തെ കണ്ടീഷൻസ്, പിന്നെ ടോക്സിൻസൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് അത്രയും ഒരു ദോഷസഞ്ചയം ശരീരത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ, പിന്നെ ത്രിദോഷങ്ങളുടെ ഒരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, പിന്നെ അതല്ലാതെ നമ്മൾ ഈ ലോങ്ങിവിറ്റിയൊക്കെ നമ്മൾ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇപ്പോൾ ആരോഗ്യമുള്ള ഒരാൾക്കും പഞ്ചകർമ്മ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളിലും കൂടെ നമ്മൾ ഈ ക്ലാസിക്കൽ പഞ്ചകർമ്മ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു സ്വയം പഞ്ചകർമ്മ ചികിത്സയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാനൊരു ഫിസിഷ്യനെ അപ്രോച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കൊരു പഞ്ചകർമ്മ ചെയ്യാം, നിങ്ങൾക്കൊരു പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയനാവാം എന്നുള്ളത് അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ അയാൾ വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിൽ ഓൾറെഡി ചികിത്സയിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ളൊരു പ്രിക്കോഷൻസ് ആയിരിക്കും ആവശ്യമായിട്ട് വരിക? നമ്മളൊരു ആയുർവേദ വൈദ്യൻ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും ഒരു ചികിത്സ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അഷ്ടവിധ പരീക്ഷയും ദശവിധ പരീക്ഷയൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ദൂഷം, ദേശം, ബലം, കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അസസ് ചെയ്ത് ഒരു ആളെ ആരോഗ്യവാനാണോ, അദ്ദേഹം നമ്മുടെ അടുത്ത് വരുന്ന രോഗി എന്താണോ അസുഖം, ആ രോഗാവസ്ഥ എന്താണ്, അപ്പോൾ കാലാവസ്ഥ ശ്രദ്ധിക്കണം, ഈ രോഗം എത്രത്തോളം പഴക്കമുണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് അനുബന്ധമായിട്ട് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ അസസ് ചെയ്ത് ആ രോഗീൻ്റെ ബലവും പ്രായമൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോ ചികിത്സയും നിഷ്കർഷിക്കുക. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻ്റ് ഡയറക്റ്റ് വന്ന് ഇന്ന ചികിത്സ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളത് എല്ലാം നോക്കിയതിന് ശേഷമാണ് അത്തരത്തിൽ ഒരു പേഷ്യൻ്റ് എല്ലാം ആ അവസ്ഥയൊക്കെ എല്ലാ അവസ്ഥകളും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു ചികിത്സ നിർദ്ദേശിക്കുക. ഇതുകൊണ്ടുണ്ടാവാവുന്ന ഒരു പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയനാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ ചികിത്സ കൊണ്ടുണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് അങ്ങനെയുണ്ടോ? നമ്മൾ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്ത് ആ രോഗാവസ്ഥയൊക്കെ മനസ്സിലാക്കി രോഗി ബലമൊക്കെ നോക്കി ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത് വളരെ കുറവാണ്. ചില സമയങ്ങളിൽ ചില രോഗികൾക്ക് ഇപ്പോൾ തലചുറ്റലുമായിട്ട് അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് വളരെ കുറവാണത് അങ്ങനെ സാധ്യത. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പെട്ടെന്ന് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പം ചില സമയത്ത് വമനമൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഛർദി നിൽക്കാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ അതിൻ്റെ ഒരു ശമനം ഉണ്ടാവും. അതേപോലെ തന്നെ വയറിളക്കിയാലും ചില ആൾക്കാർക്ക് 8 പ്രാവശ്യം 10 പ്രാവശ്യം 15 പ്രാവശ്യമൊക്കെ പോകേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊരു നിൽക്കാനുള്ളൊരു ഔഷധം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ശരിയാവാറുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സ തന്നെയാണ് എന്നുള്ളത്. പഞ്ചകർമ്മ ചികിത്സയിലേക്ക് വരുമ്പോൾ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയനാവുന്ന ഒരു രോഗിക്ക് ഏതെല്ലാം രീതിയിലുള്ള ഒരു ഭക്ഷണ നിയന്ത്രണങ്ങളാണ് ഉണ്ടാവേണ്ടത്? അത് ഈ 5 ചികിത്സകൾക്കും അത് വ്യത്യസ്തമാണോ? ശരിക്കും നമ്മൾ പഞ്ചകർമ്മ ചികിത്സ 3 ഘട്ടങ്ങളിലായിട്ടാണ്. പൂർവ്വകർമ്മം, പ്രധാന കർമ്മം, പശ്ചാത് കർമ്മം. ഈ 3 ഘട്ടങ്ങളിലും ചെറിയൊരു മാറ്റം നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ട്. ഇപ്പം വമനം ചെയ്യുന്ന രോഗിക്ക് നമ്മൾ വമനത്തിൻ്റെ പ്രയർ ഡേ നമ്മൾ മധുരം കൊടുത്ത് കഫത്തിൻ്റെ ഒരു ഉത്ക്ലേഷണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതല്ലാതെ നമ്മൾ ഈ മൊത്തം പഞ്ചകർമ്മ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ കഞ്ഞി, ചെറുപയർ കഞ്ഞി അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് നിർദ്ദേശിക്കാറ്. അതേപോലെ തന്നെ വിരേചനത്തിൻ്റെ തലേദിവസം നമ്മൾ പുളിപ്പുള്ള ആഹാരം കൊടുക്കാറുണ്ട്. അത് പിത്തത്തിൻ്റെ ഒരു വർധന തന്നെ. ആ പിത്തം വർദ്ധിച്ച് നമ്മൾ വയറിളക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെറിയ മാറ്റങ്ങൾ ഈ മൊത്തത്തിലുള്ള പഞ്ചകർമ്മയിൽ എല്ലാ ദിവസവും ഒരേ ഭക്ഷണ രീതിയല്ല, ചെറിയ വ്യത്യാസം ഭക്ഷണ രീതിയിലുണ്ടാവും. ഡോക്ടർ നേരത്തെ പറഞ്ഞ ഈ പൂർവ്വ അല്ലെങ്കിൽ പശ്ചാത് ചികിത്സകൾ നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. എന്തൊക്കെയാണ് ഈ പൂർവ്വ പശ്ചാത് ക്രമങ്ങൾ പഞ്ചകർമ്മയിലുള്ളത്? ഇപ്പോൾ പഞ്ചകർമ്മേൻ്റെ ഭാഗം ആദ്യത്തെ വമനം, പഞ്ചകർമ്മയിൽ ആദ്യം പറയുന്ന വമന ചികിത്സയാണെങ്കിൽ നമ്മൾ ഈ വമന ചികിത്സയ്ക്ക് അർഹനായിട്ടുള്ള രോഗീനെ ആദ്യം കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹത്തിന് ചിലപ്പം വിശപ്പ് കുറവുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്കിൻ ഡിസീസ്, ആ വിശപ്പ് കൂടാനുള്ള ദീപന ചികിത്സ ആദ്യം ചെയ്യും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് രൂക്ഷത വേണ്ടി വരും, ആ രൂക്ഷത കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കും.
തക്രപാനം അങ്ങനത്തെ ചികിത്സകളൊക്കെ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹപാനം ചെയ്യേണ്ടി വരും. നെയ്യ് ഉള്ളോട്ട് കഴിക്കാൻ കൊടുക്കും. ആ ഒരു സമ്യക് സ്നിഗ്ധ ലക്ഷണം, അതായത് പിന്നെ ഈ സ്നേഹം ശരീരത്തിൽ ചെന്നിട്ട് ആ ഒരു സ്നിഗ്ധത, ശരീരത്തിൽ മൊത്തത്തിലൊരു സ്നിഗ്ധത വന്നതിന് ശേഷം അത് നിർത്തിയിട്ട് പിന്നെയാണ് വമനത്തിലേക്ക് പോവുക. ഇതാണ് പൂർവ്വകർമ്മം. പിന്നെ പ്രധാന കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഈ വമനം, വിരേചനം, വസ്തി, അതാണ് പ്രധാന കർമ്മം. പശ്ചാത് കർമ്മം എന്ന് പറയുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് നമ്മൾ പേയാദി കർമ്മം, അതായത് ആദ്യം കഞ്ഞിൻ്റെ വെള്ളം, കഞ്ഞി, പിന്നെ ചോറ്, ഇങ്ങനെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ സാധാരണ പറയാറ്. നമ്മൾ ശാസ്ത്രത്തിലും അത് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് പെട്ടെന്നൊരു പിന്നെ ചികിത്സ കഴിഞ്ഞിട്ട് അവരെ ടിഷ്യൂസൊക്കെ വളരെ ടെൻഡറായിട്ടുണ്ടാവും, അപ്പോൾ അഗ്നി വളരെ മന്ദീഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കൊടുത്ത് ഓരോ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കണം രോഗീനെ. ഭക്ഷണത്തിലുള്ള നിയന്ത്രണങ്ങളല്ലാതെ മറ്റ് പഥ്യങ്ങളും അപഥ്യങ്ങളും എന്തൊക്കെയാണ് പഞ്ചകർമ്മത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും സ്ട്രീനസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത്. നമ്മളെ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് കാറ്റും ഉഷ്ണവും ഏൽക്കാതെ ഉള്ള ഗേഹത്തിരിക്കണം എന്നാണ്. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം ശരിക്കും. അതേപോലെ തന്നെ സ്ട്രീനസ് ആയിട്ടുള്ള ഒന്നും ചെയ്യരുത്, എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അഭ്യംഗം എന്ന് പറയുന്ന ചികിത്സയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ദിനചര്യയിൽ അഭ്യംഗം എന്ന ചികിത്സയല്ല, അഭ്യംഗം എന്നുള്ള ഒരു ചര്യ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? ശരിക്കും നമ്മൾ ആഹാരത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു പ്രാധാന്യം അഭ്യംഗത്തിനും കൊടുക്കണം. അഭ്യംഗം ആചരേ നിത്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ദിവസം അത് അനുഷ്ഠിക്കണം. അത്രയും ഒരു ഗുണമാണ് അഭ്യംഗത്തിനുള്ളത്. അഭ്യംഗം ചെയ്യുമ്പോൾ ശിരശ്രവണ പാദേഷു തം വിശേഷേണ ശീലയെന്ന് പറയുന്നുണ്ട്. മേലെ ഒന്നായിട്ട് എണ്ണ തേക്കുമ്പോൾ തലയിലും ചെവിയിലും കാലിൻ്റെ അടിയിലും കൂടെ അത് ഉൾപ്പെടുത്തണം. അങ്ങനെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മളിപ്പോൾ ചെറുപ്പം മുതലേ ഈ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നൊരു ശീലം ഉണ്ടായിട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് പറയാവുന്നത് അത് നമ്മളുടെ ഒരു രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചര്യയാണ് എന്നുള്ള രീതിയിൽ പറയാം. അഭ്യംഗത്തിൻ്റെ ഗുണം കൃത്യമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ദൃഷ്ടിപ്രസാദ പുഷ്ടിയാഹു, കണ്ണിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. പുഷ്ടിക്ക്, ശരീരപുഷ്ടിക്ക്, അതേപോലെ തന്നെ ജരാനരകൾ ഇല്ലാണ്ടാക്കാൻ ഒക്കെ ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. ഉറക്കം നല്ല കിട്ടാൻ, ലോങ്ങിവിറ്റി, നമുക്ക് ആയുസ്സിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ്. ഒരുപാട് ഗുണങ്ങളാണ് അഭ്യംഗത്തിന് പിന്നെ ആയുർവേദത്തിൽ പറയുന്നത്. ഈ തലക്കെണ്ണ എന്ന് പറയുന്ന ഒരു പ്രയോഗം അത് ആയുർവേദത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രീതിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ തലക്കെണ്ണ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? തലക്കെണ്ണ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കേരളീയർ ശരിക്കും തലയിൽ എണ്ണ വെച്ചിട്ടാണ് ദിവസം കുളിക്കുന്നത്. ഈ തലക്കെണ്ണ ശരിക്കും ആയുർവേദത്തിൽ നമ്മൾ ഈ ശിരോധാരിയായിട്ടും അഭ്യംഗമായിട്ടും പിജുവായിട്ടും ശിരോവസ്തിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു വകഭേദങ്ങളാണ്. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള എണ്ണകളാണ് നമ്മൾ, ആ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ആ രോഗാവസ്ഥയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ എണ്ണ നിർദ്ദേശിക്കാറ്. അപ്പം കൂടുതൽ തണുപ്പുള്ള അവസ്ഥകൾ, ഇപ്പോൾ സൈനസൈറ്റിസ് അങ്ങനത്തെ, ഇല്ലെങ്കിൽ തുമ്മൽ അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമുക്ക് ഒരിക്കലും തണുപ്പുള്ള എണ്ണകൾ നിർദ്ദേശിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അതിനനുസരിച്ചിട്ട് ലേശം ഉഷ്ണവീര്യമുള്ള തൈലങ്ങളാണ് തലയിൽ തേക്കാൻ പറയാറ്. ആ തണുത്ത എണ്ണ തേക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ഈ ഡിസീസൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ. സാധാരണയായിട്ട് അഭ്യംഗത്തിൽ ഉപയോഗിച്ചിട്ട് വരുന്ന ഒരു തൈലപ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ അവിടെയും ഈ തലയിൽ എണ്ണ തേക്കുന്ന പോലെ തന്നെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള എണ്ണകളാണ് നിർദ്ദേശിക്കാറ്. ഇപ്പം അവിടെ നമ്മളിപ്പം ഒരുപാട് എണ്ണങ്ങളുണ്ട്, തൈലങ്ങളൊക്കെ ഈ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. സഹചരാതി തൈലം, തന്നന്തരം തൈലം, വലിയ നാരായണ തൈലം, കൊട്ടൻ ചുക്കാതി തൈലം, ഇതൊക്കെ തന്നെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കാറ്. ആ രോഗത്തിൻ്റെ അവസ്ഥയും രോഗീൻ്റെ അവസ്ഥയൊക്കെ കൺസിഡർ ചെയ്തിട്ട് ആ അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ തൈലവും നിർദ്ദേശിക്കാറ്. അഭ്യംഗം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അങ്ങനെയുണ്ടോ? എന്തൊക്കെയാണവ? അഭ്യംഗം ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ആ പഥ്യം കൃത്യമായിട്ട് നോക്കണം. ഇപ്പം നമ്മളെ ടിഷ്യൂസൊക്കെ വളരെ ടെൻഡറാവും. അപ്പം ആ സമയങ്ങളിൽ ശരിക്കും കൂടുതൽ എക്സസൈസ്, സ്ട്രെയിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ അത് കൂടുതൽ ദോഷം ചെയ്യും. അങ്ങനെയാണ് നമ്മളെ ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ റെസ്റ്റ് എടുത്തിട്ടാണ് ശരിക്കും അഭ്യംഗം ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മളിപ്പം ഡെയിലി ചെയ്യുന്ന ഒരു എണ്ണ തേച്ച് കുളിക്ക് ആ ഒരു പഥ്യങ്ങളൊന്നും ആവശ്യമില്ല.
ഈ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള തൈലപ്രയോഗമാണ് എന്നുള്ളതാണ് ഒരു പൊതുധാരണ. അപ്പോൾ ഇതിൽ തൈലം ഉപയോഗിക്കാൻ പാടില്ലാത്ത അവസ്ഥകൾ എന്തൊക്കെയാണ്? ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടൊക്കെ തൈലം ഉപയോഗിക്കുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. അപ്പം നമ്മൾ ആയുർവേദത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വർജ്യോഭ്യംഗ കപഗ്രസ്തേ ആമവാദേ വിശേഷത. എനി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ, എവിടെയൊക്കെ വീക്കമുണ്ടോ, എവിടെയൊക്കെ നീരുണ്ടോ, കഫത്തിൻ്റെ ആധിക്യം കൂടുന്ന അവസ്ഥകളിലൊക്കെ തന്നെ നമ്മൾ തൈലപ്രയോഗം പാടുള്ളതല്ല. അപ്പോൾ ആ അവസ്ഥയ്ക്കനുസരിച്ച് നോക്കിയിട്ട് വേണം തൈലം നമ്മൾ എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്യാനോ ഇൻറ്റേർണലായിട്ട് കഴിക്കുന്ന ഒരുപാട് തൈലങ്ങളുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും നമ്മളെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ചെയ്യേണ്ടത്. അത് എപ്പോഴും ഈ പല അസുഖങ്ങളും, ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം പോലത്തെ അവസ്ഥകൾ, ആമവാദം പോലത്തെ അവസ്ഥകൾ, ഇത്തരം അവസ്ഥകളിലൊന്നും നമ്മൾ ഒരിക്കലും തൈലം ഉപയോഗിക്കരുത്. തൈലപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് പുറത്തുള്ള ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് മാത്രമാണ് എന്ന് പറയുന്ന ഒരു അഭിപ്രായത്തിനോട് ഡോക്ടറുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാനത് അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ തൈലപ്രയോഗം നമ്മളെ ശരിക്കും ഒരു ഡ്രൈനസ് ശരീരത്തിൽ നമ്മൾ സ്കിന്നിൻ്റെ മുകളിൽ വരാനുള്ള കാരണം ചിലപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെങ്കിലും ചില അബ്നോർമാലിറ്റീസിലും കൂടെ ഈ ഡ്രൈനസ് വരും. ചിലപ്പോൾ ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങളെ കൊണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആയുർവേദത്തിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഭക്ഷണ രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും നമ്മളെ ഭക്ഷണം എത്ര കഴിക്കണം, കുക്ഷേർ ഭാഗധ്വജം ഭോജൈഹി സ്ത്രീയെ വാരിപൂരേത് വായോഹ സഞ്ചാരണാർത്ഥം ചതുർത്ഥം അവശേഷയ എന്നാണ്. അതായത് വയറിൻ്റെ പകുതി ഭാഗമാണ് ഭക്ഷണം കഴിക്കാൻ പറയുന്നത്, മൂന്നാമത്തെ ഭാഗം വെള്ളം കുടിക്കാനും നാലാമത്തെ ഭാഗം അങ്ങനെ തന്നെ ഒഴിച്ചിടാനാണ് പറയുന്നത്. എന്നാലേ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ദഹനം നടക്കുക. അപ്പോൾ ആ ഒരു രീതി ഇപ്പോൾ വളരെയധികം പാലിക്കുന്ന ആളുകൾ വളരെയധികം കുറവാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ റീഹീറ്റ് ചെയ്യുന്ന ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. അത് ആയുർവേദത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഷായം തൈലം ഘൃതഞ്ച വ്യഞ്ജനാധികം ശ്രുതശീതം പുനഃസ്തപ്തം തത്സർവം വിഷവത് ഭവേൽ. ഒരു പ്രാവശ്യം റീഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിഷം പോലെ ഭവിക്കുന്നതാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഫുഡിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പരമ്പരാഗതമായിട്ടുള്ള കേരളീയ ഭക്ഷണങ്ങളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോര് ഉപയോഗിക്കുന്നത്, രസം ഉപയോഗിക്കുന്നതൊക്കെ വളരെയധികം കുറഞ്ഞുപോയി. മോരിനൊക്കെ അത്രയും ഒരു ഗുണമാണ് ആയുർവേദത്തിന് പറയുന്നത്. യഥാസുരാണാം അമൃതം സുഖായ തഥാ നരാണാം പിബേത് തക്രമാഹുന്ന. ഏതൊരു പ്രകാരമാണോ ദേവന്മാർക്ക് അമൃതം, അതേപോലെയാണ് മനുഷ്യന്മാർക്ക് മോര്. ഗോരസം വിനാ ബോരസം, മോരില്ലാതെ ഊണ് കഴിക്കരുത്. അതേപോലെ തന്നെ പറയുന്നുണ്ട് ഭോജനാന്തേ പിബേത് തക്രം, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് മോരും. വാസരാന്തേ പിബേത് പായ, രാത്രി കിടക്കാൻ നേരത്ത് പാലും. ദിനാന്തേ പിബേത് വാരി, നിശാന്തേ പിബേത് വാരി, രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിക്കാനും. ത്രിബിർ രോഗാന്ന ജായന്തി, ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗങ്ങൾ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ശീലമൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ ഒഴിവാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കും റീഹീറ്റഡ് ഫുഡിലേക്കൊക്കെ കടന്നുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ശരിക്കും അസുഖങ്ങൾ കൂട്ടാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് വ്യായാമക്കുറവ്. വ്യായാമത്തിൻ്റെ ദിവസം അഭ്യംഗം പോലെ തന്നെ വ്യായാമം ചെയ്യാനും നമ്മുടെ ദിനചര്യയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാഘവം കർമ്മസാമർത്ഥ്യം ദീപ്തോഗ്നിർ മേധസ ക്ഷയം. അഗ്നീന ദീപദിനത്തിനും മേധസ്സിനെ ക്ഷയിപ്പിക്കാനൊക്കെ തന്നെ ഈ വ്യായാമം അത്യാവശ്യമാണ്. അപ്പോൾ അതും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇരുത്തം ഉള്ള ജോലികൾ വളരെ കൂടി ആളുകൾ വ്യായാമം ചെയ്യുന്നതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കാണുന്ന അസുഖങ്ങളെ ഇത്രയധികം വർദ്ധിക്കുന്നത്. നിലവിലുള്ള അസുഖങ്ങളായിട്ട് ഈ ചികിത്സയിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതിന് വരുന്നതിന് മുൻപായിട്ട് ഈ സ്കാനിങ്ങും ബ്ലഡ് റൂട്ടീൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാ ബ്ലഡ് റൂട്ടീൻസും ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ചെയ്തിട്ടാണ് ഒരു രോഗിയെ ചികിത്സിക്കാറ്. പ്രധാനപ്പെട്ട അസുഖം ആകുമ്പോൾ അത് പ്രത്യേകം ഞങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടാണ് ചികിത്സയ്ക്ക് നിർദ്ദേശിക്കാറ്. കാരണം പലപ്പോഴും ഈ വളരെ കാലമായിട്ട് ബ്ലഡ് ഷുഗറിനും ബ്ലഡ് പ്രഷറിനൊക്കെ മരുന്ന് കഴിക്കുന്ന രോഗികളുണ്ടാവും. അപ്പോൾ അവർക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചികിത്സയ്ക്കൊക്കെ നിർദ്ദേശിക്കാറ്. അപ്പോൾ അതൊരു മോഡേൺ ഒരു ടെക്നിക്കാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പ്രയോഗിക്കാറുണ്ട് ചികിത്സ നിർദ്ദേശിക്കുന്ന സമയത്ത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
തുടർച്ചയായിട്ട് മറ്റൊരു ചികിത്സാ രീതിയിൽ മരുന്നുകൾ കഴിച്ച് വരുന്ന ഒരു വ്യക്തിക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അലോപ്പത്തിക് മെഡിസിൻസ് ഒക്കെ ദീർഘകാലമായിട്ട് കഴിച്ചു വരുന്ന ഒരാൾക്ക് ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും നമ്മളെ അടുത്ത് വരുന്ന രോഗികൾ വളരെ കാലമായിട്ട് ഈ പ്രമേഹത്തിനുള്ള മരുന്നുകളും തൈറോയിഡിൻ്റെ മരുന്നുകളും BP-ൻ്റെ മെഡിസിൻസും കൊളസ്ട്രോളിൻ്റെ മെഡിസിൻസും ഒക്കെ കഴിച്ച ആളുകളാണ് വരാറ്. അപ്പം നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന അസുഖങ്ങളാണെങ്കിൽ ആ മരുന്നുകൾ മെല്ലെ മെല്ലെ ടാപ്പർ ചെയ്തിട്ട് വളരെ കുറച്ച് ആ മരുന്ന് നിർത്താറാണ് സാധാരണ ചെയ്യുക. അപ്പോൾ അത് ആയുർവേദത്തിലും അത് അനുവദനീയമാണ്. അപ്പോൾ നമ്മൾ പാതേനാപത്യം അഭ്യസ്തം പാദപാതേന വാ ത്യജേൽന, എന്ത് ഔഷധമായാലും നമ്മളത് കുറേ കാലം കഴിച്ച് കുറേ വർഷങ്ങളോളം കഴിച്ചിട്ടുള്ളൊരു ഔഷധമാണെങ്കിൽ മെല്ലെ മെല്ലെ നിർത്താനാണ്. പാതേനാപത്യം അഭ്യസ്തം പാതപാതേന വാ ത്യജേൽന, കുറേശ്ശെ നിർത്താനാണ് ആയുർവേദത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിർത്താൻ പറ്റുന്ന മരുന്നുകളൊക്കെ നമ്മളത് ടാപ്പർ ചെയ്ത് നിർത്തി അത് മരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. പുതിയ കാലത്തിൻ്റെ ഒരു അതിവേഗ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയാണ് ആയുർവേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള ദിനചര്യകളും ഋതുചര്യകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത്? ഇത് ഇന്നത്തെ IT പ്രൊഫഷണൽസ് അവർക്കൊക്കെ ജോലി എന്ന് പറയുന്നത് 16 മണിക്കൂറും 17 മണിക്കൂറും ഒക്കെയാണ്. അപ്പോൾ അതിൽ ഈ ആയുർവേദത്തിൽ പറയുന്ന ക്ലാസിക്കൽ ഈ പഞ്ചകർമ്മയും ദിനചര്യയൊക്കെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ചില ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരെ ഭക്ഷണക്രമം ഒരു ചിട്ടപ്പെടുത്തി അവരുടെ പിന്നെ പലപ്പോഴും ആളുകൾ ഈ കയ്പ്പ് രസം ഷഡ്രസങ്ങളടങ്ങിയ ഭക്ഷണങ്ങളാണ് ആയുർവേദത്തിൽ കഴിക്കാൻ പറയുന്നത്. മധുരം, ഉപ്പ്, പുളി, കയ്പ്പ്, ചവർപ്പ്, കഷായരസം. ഈ കയ്പ്പ് രസമൊക്കെ കഴിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ കൂടുതൽ ആളുകൾ മധുരം കഴിക്കും, പുളി കഴിക്കും, എരിവ് കഴിക്കും. പക്ഷേ ഈ കയ്പ്പ് രസമൊക്കെ കഴിക്കണം നിർബന്ധമായിട്ടും. അപ്പോൾ ഈ ഷഡ്രസങ്ങൾ ഉൾപ്പെടുത്താം അവർക്ക്. അതേപോലെ തന്നെ തുടർച്ചയായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരൊരു എവരി 20 മിനിറ്റ്സ് ഒന്ന് എണീറ്റ് നിന്ന് സ്ട്രെച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതോടൊപ്പം തന്നെ യോഗ അങ്ങനത്തെ എക്സസൈസ് നിർബന്ധമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുന്ന ശീലം മിക്ക ആളുകളിലും ഇല്ല. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ പറയാം. നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി പറയാം. ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ഈ മോര്, മുൻപ് ഞാൻ പറഞ്ഞ മാതിരി മോര്, പിന്നെ തക്രത്തിന് അത്രയധികം പ്രാധാന്യമാണ്. ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നമ്മളെ ഇൻറ്റസ്റ്റൈൻസിലൊക്കെ ക്ലെൻസിങ് പ്രോപ്പർട്ടിയും ഈ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഈ മോര് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ, മോര്, രസം ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയാം. ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അഭ്യംഗം ഏറ്റവും എണ്ണ വെച്ച് കുളിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ അധിക സമയം അല്ലാണ്ട് ഒരു 10 മിനിറ്റ് തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ്. പിന്നെ ലംബാ സ്പോണ്ടിലോസിസ്, ഇങ്ങനത്തെ കണ്ടീഷൻസിലേക്കൊക്കെ പോവാതെ നമുക്കൊരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ സ്ക്രീനിൻ്റെ കുറച്ച് ഡിസ്റ്റൻസും ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും ആ സിറ്റിംഗ് പോസ്റ്റർ കറക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെച്ചമുണ്ടാവും. രോഗങ്ങൾ വരാണ്ട് നമുക്ക് തടുക്കാൻ പറ്റും. ഈ വിരേചനം എന്ന് പറയുന്ന ചികിത്സ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? വിരേചനം നമ്മൾ ഒരുപാട് പിന്നെ അവസ്ഥകളിൽ, ഒരുപാട് രോഗങ്ങളിൽ നമ്മളത് നിർദ്ദേശിക്കുന്ന ഒരു ചികിത്സയാണ് വിരേചനം. പലപ്പോഴും ഈ സ്കിൻ ഡിസീസായിട്ട് വരുന്ന ആളുകൾ പെട്ടെന്നൊരു ഊരവേദന, പെട്ടെന്ന് നീര് പിടിച്ചിട്ട് വരുന്ന ഒരു നീർക്കെട്ടോട് കൂടി വരുന്ന ഈ നടുവേദനയ്ക്ക് വളരെയധികം ഫലപ്രദമാണ്. പിന്നെ ഈ പല അവസ്ഥകളിലും, ഇപ്പോൾ പക്ഷവാതം പോലത്തെ അവസ്ഥകളിലൊക്കെ വിരേചനത്തിന് സ്വേദനം സ്നേഹ സംയുക്തം പക്ഷാഘാതേ തു വിരേചനം എന്നല്ല പറയുന്നത്. അപ്പോൾ വിരേചനം വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനത്തെ അവസ്ഥകളിലൊക്കെ ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ചികിത്സകർ നിർദ്ദേശിക്കാറ്. ഞാനിത് ചോദിച്ചത്, പണ്ട് കാലത്തൊക്കെ വീടുകളിൽ നമ്മൾ ഈ മാസത്തിലൊരു തവണയെങ്കിലും ആവണക്കെണ്ണ കഴിക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ശീലമായിട്ട് തുടർന്നു പോന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വൈദ്യം സ്വായത്തമായിട്ട് ചെയ്തിരുന്നൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രയോഗങ്ങളൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? തീർച്ചയായിട്ടും. പണ്ട് കാലങ്ങളിലൊക്കെ ഈ പിന്നെ വിരേചനം മാസം ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഗട്ടിലൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഒക്കെ പുറത്തുള്ള ഏറ്റവും നല്ലതാണ്. അതേമാതിരി ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടൊക്കെ. അപ്പോൾ അത് ആ ഒരു സംസ്കാരം ഇപ്പോൾ തീരെ ഇല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ഇപ്പോൾ വൈദ്യം നിർദ്ദേശിക്കാണ്ട് ആരും വയറിളക്കുന്ന ഒരു ശീലം ഇല്ല. അപ്പോൾ അത് നമ്മളെ സെൻസറി ഓർഗൻസിനും
പിന്നെ വയറ്റിലുള്ള നീർക്കെട്ടിനൊക്കെ തന്നെ, ശരീരത്തിന് ആസകലങ്ങളുള്ള നീർക്കെട്ടിനൊക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മെറ്റബോളിക് ഡിസോർഡേഴ്സൊക്കെ ഒരുപാട് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളെ ഒരു ഡൈജഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. PCOD ആയിട്ടും ഹൈപ്പോതൈറോയിഡിസം ആയിട്ടും ഒക്കെ തന്നെ ഈ നമ്മളെ ഈ ഒരു പിന്നെ ഈ ശോധനക്രിയകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. പഞ്ചകർമ്മ ചികിത്സ കാലവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അതേപോലെ പഞ്ചകർമ്മ ചികിത്സയ്ക്ക് വിധേയനാവുമ്പോൾ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള പ്രായപരിമിതികളുണ്ടോ? പഞ്ചകർമ്മ ചികിത്സ സാധാരണഗതിയിൽ നമ്മൾ ഈ അസുഖം ഒരായിട്ട് വരുന്ന ഒരു രോഗിക്ക് നമ്മൾ ആ കാലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ആ കാലം കൂടെ കൺസിഡർ ചെയ്തിട്ട്, ആ രോഗത്തിൻ്റെ അവസ്ഥ കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് യുക്തമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ നിർദ്ദേശിക്കാം. അതല്ലാതെ സ്വസ്ഥൻ ആയിട്ട് വരുന്ന ആളുകൾക്ക് പിന്നെ ശരിക്കും നമുക്ക് ആ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ കാലത്തിനനുസരിച്ചിട്ട് ഇന്ന കാലത്ത് ചെയ്യാം. അതിന് കാലം നോക്കാം. അല്ലാത്ത രോഗാവസ്ഥയിൽ നമുക്ക് ശരിക്കും കാലം നോക്കേണ്ട ആവശ്യമില്ല. പ്രായത്തിൻ്റെ പരിമിതി, പ്രായത്തിൻ്റെ ശരിക്കും 16 വയസ്സിൻ്റെ മുകളിലും 70 വയസ്സിൻ്റെ താഴെയായിട്ടും പിന്നെ ആരോഗ്യം കൂടെ നോക്കണം. അതും കൂടെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ പഞ്ചകർമ്മ ചികിത്സ നിർദ്ദേശിക്കാൻ പറ്റുക. അഭ്യംഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പരിമിതികളൊന്നും തന്നെ ഇല്ല. അതായത് പ്രായത്തിൻ്റെയോ കാലത്തിൻ്റെയോ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു അഭ്യംഗം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ശരിക്ക് അങ്ങനെ പ്രായത്തിൻ്റെ ഒരു വലിയൊരു പ്രാധാന്യമുള്ള, അവിടെയും നമ്മൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടോ എന്ന് നമ്മളെപ്പോഴും പരിശോധിക്കണം. ഒരു നീർക്കെട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അഭ്യംഗം കൊണ്ട് വലിയൊരു മെച്ചം കാണിക്കാറില്ല. പകരം ആ അസുഖം കൂട്ടാനുള്ളൂ ആ ഒരു ഇതുകൊണ്ട് ചെയ്യാം. അഭ്യംഗം ഒരു കേവല ചികിത്സാരീതിയല്ല, അഭ്യംഗമാചരേ നിത്യം എന്ന് ദിനചര്യയിൽ നിഷ്കർഷിച്ചിട്ടുള്ള ഒരു പ്രയോഗമാണ്. പഞ്ചകർമ്മങ്ങൾ ശോധന വിധികളാണ്. ഇവ രണ്ടും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ്. ആരോഗ്യമുള്ള ഒരാളുടെ ആരോഗ്യം നിലനിർത്താനും രോഗിയായിരിക്കുന്ന ഒരാളെ രോഗമുക്തിയിലേക്ക് നയിക്കുക എന്നതുമാണ് ആയുർവേദത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം. ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളും അതുപോലെ തന്നെ മറ്റ് തലങ്ങളെക്കുറിച്ചും ഇത്രയും സമയം പ്രേക്ഷകരുമായി സംവദിച്ചതിന് നന്ദി.